യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1-ാമത് വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നുള്ള വചനമാണ്. നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ നാം നമ്മെ തന്നെ സ്വയം വെടിപ്പാക്കുകയും വിശുദ്ധിയെ തികയ്ക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്യണം എന്ന പദമാണ്. 2 തലത്തിലുള്ള വാഗ്ദത്തങ്ങളാണ് ഈ ലോകത്തായിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയിട്ടുള്ളത്. ഒന്ന്, ഈ ലോകത്തിലെ താൽക്കാലികമായ ജീവിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള ചില നന്മകളുടെയും ഉയർച്ചകളുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തേത്, നമ്മുടെ നിത്യതയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആത്മാവിനായി ഒരുക്കപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠമായ ചില വാഗ്ദത്തങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ 2 വാഗ്ദത്തങ്ങളും എനിക്കും നിങ്ങൾക്കും പ്രാപിപ്പാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ, ഒന്ന്, നാം സ്വയം നമ്മെ തന്നെ വെടിപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതായ വാക്കുകളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 19 മുതൽ 21 വരെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് പോകുന്നതല്ല നമ്മെ അശുദ്ധരാക്കുന്നതെന്നും നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നാം വെടിപ്പാക്കേണ്ടത്, നമ്മെ അശുദ്ധനാക്കുന്നത് എന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നാം റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഓർമ്മപ്പെടുത്തുന്നു, 1-ാം അധ്യായത്തിൽ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നാം ഏറ്റവും സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിയും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് ഉണ്ടാകും എന്ന പദമാണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുകയല്ല, സത്യത്തിനു വേണ്ടി നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള പദമാണ്. വീണ്ടും നാം നോക്കിയാൽ അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവരാണ്. അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവയെല്ലാം അവരിലുണ്ട്. കുരുളക്കാരാണ്, ഏഷണിക്കാരാണ്, ദൈവദോഷികളാണ്, നിഷ്ഠൂരന്മാരാണ്, ഗർവിഷ്ഠന്മാരാണ്, ആത്മപ്രശംസകരാണ്, ദോഷം സങ്കല്പിക്കുന്നവരാണ്, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരാണ്, ബുദ്ധിഹീനരാണ്, നിയമലംഘികളാണ്, വാത്സല്യമില്ലാത്തവരാണ്, കനിവറ്റവരാണ്. ഈ വക പ്രവർത്തിക്കുന്നവരൊന്നും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുകയില്ലെന്നും മാത്രമല്ല, അവർ മരണയോഗ്യന്മാരാണെന്നും ഓർപ്പിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നാം തിന്മ നിറഞ്ഞവരും അനീതിയിലൂടെ യാത്ര ചെയ്യുന്നവരുമായിട്ടല്ല. നാം നമ്മെ തന്നെ സ്വയം വെടിപ്പാക്കിക്കൊണ്ട് നിത്യജീവൻ പ്രാപിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളെ തന്നെ അശുദ്ധിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നവരായിട്ടല്ല, സ്വയം വെടിപ്പാക്കിക്കൊണ്ട് നിത്യജീവനെ പ്രാപിക്കേണ്ടതിനും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കേണ്ടതിനും ഞങ്ങളെ സമർപ്പിപ്പാൻ ദൈവമിടയാക്കണം. നന്മ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.